നമ്മളിന്ന് പച്ച കളറിൽ ഒരു പുലാവാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. ഇതിൽ നമ്മൾ പച്ച കളർ വരാൻ വേണ്ടി അരയ്ക്കുന്ന സാധനങ്ങളാണ് ഇതിൻ്റെ മസാലയും. മസാല പൊടികൾ നമ്മൾ വേറെ ഇടുന്നില്ല കേട്ടോ. കുക്കറിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഇപ്പോൾ അടിപൊളി ടേസ്റ്റുള്ള പുലാവ് എങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം കേട്ടോ. വേഗം കഴിയുക, എളുപ്പമുള്ള പണിയാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് ആവശ്യമുള്ള പച്ചക്കറികളൊക്കെ ഞാൻ ആദ്യം മുറിച്ചെടുത്തിട്ടുണ്ട്. ഉള്ളി, ഉരുളക്കിഴങ്ങ്, ബീൻസ്, തക്കാളി, ക്യാരറ്റ്. തക്കാളി വേണമെങ്കിൽ ഇടാം, ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ബാക്കിയുള്ളതൊക്കെ വേണം എന്നുള്ളതാണ്. ഞാനിപ്പോൾ ഇവിടെ 2 ഗ്ലാസ് ബസ്മതി റൈസ് വെച്ചിട്ടാണ് പുലാവ് ഉണ്ടാക്കുന്നത്. അതിനനുസരിച്ചുള്ള വെജിറ്റബിൾസ് ആട്ടോ ഇതൊക്കെ. വെജിറ്റബിൾസൊക്കെ അവനവൻ്റെ ഇഷ്ടത്തിനാണ്. ഞാൻ പക്ഷേ 2 ഉള്ളി, ഒരു ചെറിയ തക്കാളി, ഒരു ക്യാരറ്റ്, കുറച്ച് ബീൻസ്, അതുകൂടാതെ നമുക്ക് ഈ വെള്ളത്തിൽ പച്ച പട്ടാണിയാണ് വേണ്ടത്, ഗ്രീൻ പീസ്. പക്ഷെ അതെനിക്കില്ലാത്തത് കൊണ്ട് ഞാൻ ഉണക്ക എടുത്തിട്ടാട്ടോ വെള്ളത്തിലിട്ട് വെച്ചിട്ട് അതാണ് ഉപയോഗിക്കുന്നത്. ഇനി നമുക്കിതിൻ്റെ പച്ച മസാല ഉണ്ടാക്കണ്ടേ. അതിന് വേണ്ടിയിട്ട് നല്ലോണം ഒരു പിടി പുതിനേൻ്റെ ഇല, തണ്ട് വേണ്ട കേട്ടോ, ഇല മാത്രമേ. അതുപോലെ തന്നെ നല്ലോണം ഒരു പിടി മല്ലീൻ്റെ ഇല. മല്ലി ഇലേൻ്റെയും പുതിന ഇലേൻ്റെയും അളവ് കൂടുന്നതിനനുസരിച്ച് നമ്മളുടെ പുലാവിൻ്റെ കളറിന് വ്യത്യാസം വരും. അപ്പോൾ കൂടുതൽ മസാല വേണമെന്നുണ്ടെങ്കിൽ അത് കൂട്ടിയെടുക്കുക. അതിൻ്റെ കൂടെ തന്നെ 2 3 വെളുത്തുള്ളി, പിന്നെ ഈ ഇത്രയും കഷ്ണം, വലിയൊരു കഷ്ണം തന്നെ ഇഞ്ചി നമുക്ക് മുറിച്ചിട്ടിടാം കേട്ടോ. ഇഞ്ചി കുറച്ച് കൂടിയാലും വെളുത്തുള്ളി അധികം ആവണ്ട. പിന്നെ കുറച്ച് നമ്മളെ എരിവിനനുസരിച്ചിട്ടുള്ള പച്ചമുളക്. ആദ്യം തന്നെ വെള്ളം ഒഴിക്കണ്ട, നമുക്ക് എല്ലാം കൂടി ഒന്ന് ചതച്ച് കൊണ്ടുവരാം. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അരയ്ക്കാം കേട്ടോ. നന്നായിട്ട് തന്നെ അരയണേ. ആദ്യമേ വെള്ളം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ വെള്ളം ചിലപ്പോൾ അധികമായി പോവും. അപ്പോൾ കണ്ടില്ലേ, ഇത്രയും നന്നായിട്ട് അരഞ്ഞിട്ടുണ്ട്. ഇതവിടെ വെക്കട്ടെ. ഇനി നമുക്ക് കുക്കറൊക്കെ എടുത്തിട്ട് എണ്ണയൊക്കെ ഒഴിച്ചിട്ട് ഉണ്ടാക്കാൻ തുടങ്ങാം. കുക്കർ ചൂടായി വരുമ്പോൾ നമ്മൾ എണ്ണയും സമമായിട്ട് നെയ്യും ഉപയോഗിക്കുന്നുണ്ട്. ഇനി നെയ്യ് കൂടുതലും വെളിച്ചെണ്ണ കുറച്ചാലും കുഴപ്പമില്ല. നെയ്യ് നിർബന്ധമാണ് എന്നാണേ പറഞ്ഞത്. ഞാനിപ്പോൾ ഇവിടെ ഒരു വലിയൊരു സ്പൂണിന് നല്ലോണം വെളിച്ചെണ്ണയും അത്ര തന്നെ നല്ലോണം ഒരു നെയ്യും എടുത്തിട്ടുണ്ടേ. ഇത് രണ്ടും നന്നായി ഇളക്കി ഒരേപോലെ ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് ഉള്ളി ഇട്ടിട്ട് മൂപ്പിക്കാം. അങ്ങനെ ഒരുപാട് ബ്രൗണൊന്നും ആവണ്ട, ഉള്ളി ഒന്ന് ജസ്റ്റ് വാടിയാൽ മതി കേട്ടോ. ഉള്ളി മാത്രമായിട്ട് നമ്മൾ ആദ്യം വഴറ്റും. അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കിയുള്ളതൊക്കെ ഒരുമിച്ചിട്ട് വഴറ്റിയാലും കുഴപ്പമില്ല കേട്ടോ. പിന്നെ നമ്മൾ ഇപ്പോഴേ അരിയൊന്നും കഴുകി വെക്കണ്ട. ആദ്യമേ കഴുകി അരമണിക്കൂറൊന്നും വെച്ചിട്ടല്ല കേട്ടോ ഞാനിത് ഉണ്ടാക്കുന്നത്. ഈ വെജിറ്റബിൾസൊക്കെ ആവുന്നതിൻ്റെ ഇടയിൽ അരി കഴുകിയെടുത്താൽ മതിയേ. അതിന് മുന്നേ ഇതിൻ്റെയൊക്കെ കൂടെ തന്നെ നമ്മൾ അരി കഴുകി വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ വെള്ളത്തിൻ്റെ പാകം കറക്റ്റ് ആവില്ല കേട്ടോ. അതുകൊണ്ടാണ്. നമ്മളെ ഉള്ളിയൊക്കെ ഒന്ന് ജസ്റ്റ് വാടി വന്നിട്ടുണ്ട്, അത്ര മതി കേട്ടോ. ഇനി നമുക്ക് ബാക്കിയുള്ളതൊക്കെ ഇടാം. തക്കാളിയാണ് കേട്ടോ. തക്കാളി ഇടണമെന്ന് നിർബന്ധമില്ല കേട്ടോ. ഞാനിപ്പോൾ ഒരു തക്കാളി ഇട്ടിട്ടുണ്ട്. തക്കാളി ഇടാതെയും നമുക്ക് ഉണ്ടാക്കാം. അതിൻ്റെ ഇടയിൽ, ഉള്ളി വഴറ്റുന്നതിൻ്റെ ഇടയിൽ ഞാൻ കറുവപ്പട്ടയും കറാമ്പൂവും ഇട്ടിട്ടുണ്ടായിരുന്നേ. അത് വീഡിയോ എടുക്കാൻ മറന്നുപോയി കേട്ടോ. അതിലൊരു കറുത്തത് കാണുന്നില്ലേ, അതാണ്. അധികം ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ. ഒരു ചെറിയൊരു കഷ്ണം കറുവപ്പട്ടേൻ്റെതും ഒരു 2 ഇതും കറാമ്പൂവും. തക്കാളിയും ഉള്ളിയും ഇത്രയൊക്കെ വഴന്നാൽ മതി. ഇനി നമ്മൾ ബാക്കിയുള്ള വെജിറ്റബിൾസൊക്കെ ഒന്നിച്ചിടുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഞാൻ പറഞ്ഞില്ലേ, എല്ലാം വഴന്ന് മൊരിഞ്ഞൊന്നും വരേണ്ട ആവശ്യമില്ല കേട്ടോ. ജസ്റ്റ് വറക്കുക, അത്ര മതിയേ. നമ്മളിപ്പോൾ ഈ ഉണ്ടാക്കുന്ന പുലാവ് 2 ഗ്ലാസ് അല്ലേ, അതൊരു 3 പേർക്ക് നല്ലോണം കഴിക്കാനുണ്ടാവുമേ. വെജിറ്റബിൾസും എല്ലാം കൂടി ആവുമ്പോൾ. ഇത് 3 ലിറ്ററിൻ്റെ കുക്കറുമാണ് കേട്ടോ. അതിൽ 3/4 ഭാഗത്തോളം ഉണ്ടാവും. നമ്മളുടെ വെജിറ്റബിൾസൊക്കെ ഒന്ന് ജസ്റ്റ് കുഴഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് ലേശം ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. ലേശമല്ല, പാകത്തിനുള്ള. ഇനി നമ്മൾ വേറെ ഉപ്പിടുന്നില്ല. അപ്പം മൊത്തത്തിലുള്ള ഉപ്പ്, ആവശ്യത്തിനുള്ള ഉപ്പ് ലേശം കുറഞ്ഞാലും കുഴപ്പമില്ല. നമുക്ക് തൈരിലൊക്കെ ഉപ്പിട്ട് അഡ്ജസ്റ്റ് ആക്കാം, കൂടുതലാവണ്ട. ഉപ്പും കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് വഴന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആക്കി വെച്ച നമ്മളെ മസാലയില്ലേ,
പച്ചക്കളർ അതും ഇതിലേക്ക് ആക്കണേ. അതിന് മുന്നേ നമ്മൾ ഗ്രീൻ പീസ് വെള്ളത്തിൽ നിന്ന് വാങ്ങിയിട്ട് വെള്ളം കളഞ്ഞിട്ട് അതും ഇട്ട് കൊടുക്കുക കേട്ടോ. കുറച്ച് ഗ്രീൻ പീസ് അധികമായി പോയോ എന്നൊരു സംശയമുണ്ട്. പിന്നെ എൻ്റെ വീട്ടിൽ ഈ വെജിറ്റബിൾസ് ഒന്നും കഴിക്കില്ല കേട്ടോ. എല്ലാം മാറ്റി വെക്കാനുള്ളതാണ്. ഇതെല്ലാം കഴിക്കേണ്ടത് ഞാനാണ്. അതുകൊണ്ട് എത്രയായാലും കുഴപ്പമില്ല. അവർക്ക് പെറുക്കേണ്ട പണി കൂടുന്നേ ഉള്ളേ. അപ്പോൾ ഗ്രീൻ പീസും കൂടി ഒന്ന് ഉപ്പൊക്കെ പിടിക്കട്ടെ, ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കുക. എന്നിട്ട് നമുക്ക് നമ്മളെ പച്ച കളർ ഒഴിക്കാം കേട്ടോ. ശരിക്കും ഈ പുലാവിന് തൈര് മാത്രം മതിയേ കൂട്ടി കഴിക്കാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പം ഇതിൻ്റെ കൂടെ കോളിഫ്ലവർ ഫ്രൈയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ധാരാളമായി. നമ്മൾ ആ വെള്ളത്തോട് കൂടിയിട്ട് ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. പച്ചക്കളർ, പച്ചമുളക്, ഇഞ്ചി, അതിൻ്റെ ഒക്കെ എരിവുണ്ടാവും. ഭയങ്കര കുത്തലായിരിക്കും കേട്ടോ. കുറച്ച് നേരം അടച്ചു വെച്ച് പെട്ടെന്ന് തുറക്കുമ്പോഴത്തേക്ക് ഒരു ലേശം വെള്ളം ഒഴിച്ചിട്ട് നമ്മളുടെ ജാറ് ഒന്ന് കഴുകിയെടുത്തിട്ടുണ്ടേ. ഇനി ഇതൊന്ന് കുറച്ച് നല്ലോണം ആവണം കേട്ടോ. അതിൻ്റെ ആ പച്ച വെളുത്തുള്ളീൻ്റെ ഒക്കെ ഒരു കുത്തലുണ്ടാവും. അതൊന്ന് മാറി കിട്ടണം. അതുവരെ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കണേ. ഇതിൻ്റെ ഇടയിൽ ഈ ഒരു സമയം ഇതൊക്കെ തയ്യാറായി കഴിയുമ്പോൾ മാത്രം നമുക്ക് അരി കഴുകിയെടുക്കാം കേട്ടോ. അരി കഴുകിയിട്ട് വെള്ളം പോക്കാൻ വെക്കണേ. നമ്മളെ മസാല റെഡി ആയിട്ടുണ്ട്. അത് നല്ലൊരു മണം വരും കേട്ടോ. ഇങ്ങനെയാവുമ്പം ഇത് പച്ച കളറ് കുറച്ച് കുറവാണ്. നല്ലോണം കുറച്ചും കൂടി പുതിനയും മല്ലിയില അരച്ചിട്ടുണ്ടായിരുന്നേ നല്ല പച്ച കളറാവുമായിരുന്നേ. ഇനി നമുക്ക് ഇതിലേക്ക് വെള്ളം ഒഴിക്കാം കേട്ടോ. ഞാൻ 2 ഗ്ലാസ് ആണെന്ന് പറഞ്ഞില്ലേ എടുത്തത്. അപ്പോൾ ഒരു ഗ്ലാസ്സിന് 1.25 ഗ്ലാസ് എന്നുള്ള നിരക്കിലാണ് ഞാൻ വെള്ളം ഒഴിക്കുന്നത്. അപ്പോൾ 2.5 ഗ്ലാസ് ആണ് വെള്ളം ഒഴിക്കേണ്ടത്. 1 ഗ്ലാസ് ഒഴിച്ചു, ഇത് രണ്ടാമത്തെ. ഇനി ഒരു 1/2 ഗ്ലാസ്. ഈ സമയത്ത് നേരത്തെ നമ്മൾ പച്ച ഇല ജാറ് കഴുകി ഒഴിച്ചില്ലേ, അതൊന്നും അത് എല്ലാ വെള്ളവും കൂടി കൂട്ടുവേ. എല്ലാ വെള്ളവും കൂടി 2.5 ഗ്ലാസ് വെള്ളമേ ആവാൻ പാടുള്ളൂ കേട്ടോ. അപ്പോൾ ജാറ് കഴുകി ഒഴിക്കുമ്പം ഒരു തുള്ളി വെള്ളം മാത്രം എടുക്കുക, അല്ലെങ്കിൽ നമ്മളെ വെള്ളത്തിൻ്റെ അളവ് തെറ്റിപ്പോവേ. അരി കഴുകിയിട്ട് വാർത്ത് വെച്ചതായിരുന്നു കേട്ടോ. ഇനി ഇപ്പോൾ നമുക്ക് ഇത് അതിൻ്റെ ഉള്ളിലേക്ക് തട്ടിക്കൊടുക്കാം. ഇനി നമുക്കൊന്നും ചെയ്യാനൊന്നുമില്ല. ഉപ്പൊക്കെ നമ്മൾ ആദ്യം ഇട്ടതാണല്ലോ. അരി എല്ലാം ഇട്ടതിന് ശേഷം ഇളക്കിയിട്ട് വേണം എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നെയ്യ്, 1 സ്പൂണോ 1/2 സ്പൂണോ നെയ്യ് ആക്കിയിട്ട് കുക്കർ അടച്ചു വെച്ചാൽ കുറച്ചും കൂടി സ്വാദ് കൂടുതലായിരിക്കുമേ. കറുവപ്പട്ടേൻ്റെ കഷ്ണവും കറാമ്പൂവും പിന്നെ 2 ഏലക്കയുമാണ് ഞാൻ സ്പൈസസിലിട്ടത്. ഇപ്പം അതിലും കൂടുതൽ സ്പൈസസ് വേണമെന്നുണ്ടെങ്കിൽ ഇട്ടാൽ മതി. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മൾ ഈ പച്ച കളറ് അരച്ച മസാലയില്ലേ, അതാണ് ഇതിൻ്റെ ടേസ്റ്റ് വരുന്നത്. അതിൽ കൂടുതൽ മസാലേൻ്റെ ഒന്നും ആവശ്യം തന്നെ ഇല്ല കേട്ടോ. ഇനി നന്നായിട്ട് ഇളക്കിയിട്ട് നമുക്ക് ഒറ്റൊരു വിസിലടിച്ചാൽ മതിയേ. ഒരു വിസിലടിച്ചിട്ട് അതിൻ്റെ എല്ലാ എയർ പോയിട്ട് മാത്രം തുറക്കുക. അപ്പോൾ നമ്മളുടെ അരി ഒക്കെ കൃത്യം വേവായിട്ടുണ്ടാവും കേട്ടോ. അരിനനുസരിച്ചിട്ട് ചിലപ്പോൾ വേവിന് വ്യത്യാസം ഉണ്ടാവും. പക്ഷെ എന്നാലും ഒരു വിസിലും പിന്നെ അത് പോയിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ കൃത്യമായിരിക്കും. ബസ്മതി റൈസിനൊക്കെ അത്രേ വേവുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ പിന്നെ കുഴഞ്ഞ് പായസം പോലെ ആയി പോവേ. ഇതിൽ ഒരു വിസിൽ അങ്ങോട്ട് വരുമ്പോൾ തന്നെ ഫുള്ള് അടുക്കള മൊത്തം മണമായിരിക്കും കേട്ടോ. കുട്ടികളൊക്കെ എവിടുന്നെങ്കിലുമൊക്കെ നമ്മുടെ അടുത്തേക്ക് പറന്നെത്തും. പിന്നെ ഇങ്ങനെ ആയോ 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 അങ്ങനെയാണ് ചോദിച്ചുകൊണ്ടിരിക്കും. പക്ഷെ നമ്മൾ തുറക്കരുത്. ഇതിൻ്റെ ഗ്യാസ് മുഴുവൻ പോയിട്ടേ തുറക്കാൻ പറ്റുള്ളൂ. കണ്ടോ എങ്ങനെയുണ്ട് എൻ്റെ പുലാവ്? അടിപൊളിയല്ലേ? ഇനി ഇതൊന്ന് മെല്ലെയാണ് ഇളക്കി കൊടുക്കേണ്ടത്. അതിന് വറ്റൊന്നും മുറിഞ്ഞു പോകാണ്ട് പരമാവധി. വേണമെങ്കിൽ വേറൊരു പാത്രത്തിലേക്ക് തട്ടിയാലും മതി കേട്ടോ. ഒരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിക്കേണ്ടായിരുന്നോ എന്ന് എനിക്ക് തോന്നി. പക്ഷെ ഇത് ലേശം നേരം ഇരുന്ന് കഴിഞ്ഞാൽ വെള്ളത്തിൻ്റെ കറക്റ്റ് ആവുകയെ. ഒന്ന് ചൂടാറി കഴിയുമ്പം 1 ഗ്ലാസ്സിന് 1 ഗ്ലാസ് വെള്ളം തന്നെ മതിയായിരുന്നു. 1/4 ഗ്ലാസ് വെള്ളം അധികം ഒഴിച്ചില്ലേ. പക്ഷെ പ്രശ്നമൊന്നുമില്ല കേട്ടോ. ഇതാ നമ്മളെ പുലാവ് ഒക്കെ റെഡിയാണേ. ഒന്ന് തണിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് ഒന്നും കൂടി ടൈറ്റായി കേട്ടോ അരിയൊക്കെ. ഈ പുലാവിൻ്റെ നല്ല കോമ്പിനേഷൻ നല്ല തൈരാണ്. തീരെ പുളിയില്ലാത്ത നല്ല കട്ട തൈരില്ലേ അത്. ഇത് നമുക്ക് ലഞ്ച് ബോക്സിലേക്കൊക്കെ എടുത്തു വെക്കാൻ പറ്റിയതാണേ. വെജിറ്റബിൾസ് കഴിക്കുന്ന കുട്ടികളാണെങ്കിൽ അവർക്ക് ഒരു പണിയുമില്ല. വെജിറ്റബിൾസ് കഴിക്കാത്തവരാണെങ്കിൽ ഇതൊക്കെ മാറ്റി വെക്കേണ്ടത് ഒരു പണിയാണേ.
പുലാവ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് തരണം. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബും കൂടി ഒന്ന് ചെയ്യണേ.